വലിയ ഷോറൂം, വലിയ സൗകര്യങ്ങൾ, വലിയ ഫാമിലി. തിരൂരിൽ ഫാമിലി വെഡിംഗ് സെന്റർ. നിലമ്പൂരിൽ ആര് സ്ഥാനാർത്ഥിയായി വന്നാലും നിലമ്പൂർ മണ്ഡലം തിരിച്ചു പിടിക്കുമെന്ന UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹിലാൽ പബ്ലിക് സ്കൂൾ, പൊന്നാനി. നമ്മളൊരു സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ എന്തായാലും അപ്പുറത്തൊരു സ്ഥാനാർത്ഥി ഉണ്ടാവും എന്ന് വിചാരിച്ചുകൊണ്ടാണല്ലോ ആര് സ്ഥാനാർത്ഥിയായാലും നിലമ്പൂരിനെ തിരിച്ചു പിടിക്കാൻ ഐക്യ ജനാധിപത്യ സദാ സന്നദ്ധമാണ്. നിലമ്പൂരിൽ മണ്ഡലിക്കാൻ അത് ഐക്യ ജനാധിപത്യങ്ങളിൽ പ്രവർത്തിക്കുന്ന വോട്ട് മാത്രമല്ല, ഈ ഇടതുപക്ഷ ഭരണം മാറുന്നതിന് വേണ്ടി ഉള്ള ഒരു വലിയ ജനവിഭാഗത്തിൻ്റെ വോട്ട് കൂടി ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും. നീണ്ട വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഇപ്പോൾ പാർട്ടി ചിഹ്നത്തിൽ CPM മത്സരിക്കാറുള്ളത്. എന്താണ് അതിനുള്ള രാഷ്ട്രീയ സന്ദേശം എന്ന് നിങ്ങൾക്ക് തോന്നുന്നു? അല്ല, ഞാൻ അതിനെക്കുറിച്ച് വല്ലാതെ പറയുന്നില്ല. എങ്കിലും ഒരു സംസ്ഥാനത്തെ പ്രധാന സ്വരാജിൻ്റെ അടുത്ത സുഹൃത്താണ്, വളരെ അടുത്ത സുഹൃത്ത്. ഞങ്ങളെപ്പോഴും കാണുന്നതും സംവദിക്കുന്നതും ഒക്കെയാണ്. രാഷ്ട്രീയപരമായ നിലപാടുകൾ വ്യത്യസ്തമാണെങ്കിലും വളരെ അടുപ്പം സൂക്ഷിക്കുന്നയാളാണ്. 3-4 ദിവസം മുമ്പൊക്കെ ഞങ്ങൾ കണ്ടിരുന്നു മരണത്തിൽ. ഇവിടെ എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിന് CPM ആണ് മറുപടി പറയുന്നത്. 967 ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 15 തെരഞ്ഞെടുപ്പുകൾ നിലമ്പൂരിൽ നടന്നു. അതിലാകെ 2 പ്രാവശ്യം മാത്രമാണ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചത്. പിന്നെയൊക്കെ സ്വതന്ത്രന്മാരെ തിരയുകയായിരുന്നു. എന്തുകൊണ്ടാണ് CPMന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കൂടെയുള്ള ഒരു നേതാവ് സെക്രട്ടേറിയറ്റ് മെമ്പറൊക്കെ ഉണ്ടായിട്ടുണ്ട്? ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ ഇത്ര സമയമെടുത്തത് എന്ന് ചോദിച്ചാൽ തന്നെ നമുക്കറിയാം എന്താണ് അതിനെ കാരണം. നിങ്ങൾക്ക് തന്നെ അന്വേഷിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെയായാലും ആര് സ്ഥാനാർത്ഥിയായാലും ഈ നിലമ്പൂർ കഴിഞ്ഞ 2 പ്രാവശ്യം നഷ്ടപ്പെട്ട നിലമ്പൂർ ഒരു വലിയ ഭൂരിപക്ഷത്തോടു കൂടി തിരിച്ചു പിടിക്കാനും കേരള ഭരണത്തിനെതിരെയുള്ള ഒരു വലിയ ജനവിധി എഴുതാനും ജനങ്ങളും UDF തയ്യാറാണ്. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ.